ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടതും പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഒരു കുട്ടി വകതിരിവ് എത്തിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ഫത്ഹുൽ മഈൻ എന്ന് മറിച്ചു നോക്കണം. കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, ഷാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായ കടമ എന്ന് പറയുന്നത് മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കലാണ്. അതിനാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ പരിശുദ്ധ പ്രവാചകരെ കുറിച്ചുള്ളതാകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്, ചെറിയ മക്കളെ കൊണ്ട് പ്രസംഗം പഠിപ്പിക്കപ്പെടുന്നത്, നബിതങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്, അത് മക്കളെ ഏറ്റ് പഠിക്കുന്നത്, അത് സമൂഹത്തിന്റെ മുന്നിൽ അവർ പറയുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അവർ പ്രവാചകരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് പ്രവാചക പ്രേമം അവർ ഇട്ടുകൊടുക്കുകയാണ്. അല്ലിമു ഔലാദക്കും മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് അത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കും. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവുണ്ടോ? ഒന്ന് ചിന്തിക്കണേ. തമീം ഗോത്രത്തിലേക്കുള്ളതാകുന്ന ഒരു തലവനെ അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ഒരു പറ്റം സ്വഹാബത്തുമായി ചർച്ച ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ സ്വഹാബത്തിൽ ചിലരുടെ ശബ്ദമൊന്നു കൂടിപ്പോയി. സുബ്ഹാനല്ലാഹ്, നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. തമീം എന്ന് പറയുന്ന പ്രസിദ്ധമാക്കപ്പെട്ട ഒരു ഗോത്രത്തിലേക്കുള്ള തലവനെ അന്വേഷിക്കുകയാണ്. ആരാകും തലവൻ? ആരെയാക്കണം റഈസ്? ആരെയാകണം തലവനായി നിശ്ചയിക്കേണ്ടത്? റസൂലുള്ളാഹിയുടെ മധ്യസ്ഥതയിൽ യോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളടക്കമുള്ളതാകുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്തിന്റെ നീണ്ട നിരക്കിടയിൽ ആരുടെയൊക്കെയോ ശബ്ദമൊന്ന് അല്പമൊന്ന് ഉയർന്നു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ അല്പമൊന്ന് ഉയർന്നു പോയപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആയത്ത് ഓതി കൊടുക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനത്തേ, അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടം വെച്ചത് നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവാണെന്നറിയണേ. കാരണം ഹബീബായ നബി തങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒരു വിഷമം കടന്നു വന്നാൽ, പ്രവാചകന്റെ ഹൃദയത്തിൽ ഒരു നോവ് കടന്നു വന്നാൽ അത് അല്ലാഹുവിനെ സഹിക്കില്ല. ഖുർആനിൽ എത്രയോ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കിക്കൊണ്ട് സാന്ത്വനത്തിന്റെ വചനം അല്ലാഹു ഓതുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم.
പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പാകെ ഓതുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിയത് അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സ് മുമ്പാകെ ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇനി കാലാകാലം കടന്നു വരുന്നതാകുന്ന മുഅ്മിനീങ്ങളോടുള്ളതാകുന്ന ബാധ്യതയാണ്, കടപ്പാടാണ്, കടമയാണ്, കർത്തവ്യമാണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഒരിക്കലും ഉയരാൻ പാടില്ല. ഫൗഖ സൗതിൻ നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നാൽ അറിവില്ലാത്തതിന്റെ പേരിൽ കജഹിരി ബഅലികും ലിബഅലിൽ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സാധാരണതയിൽ സംഭാഷണം നടത്തുന്നത് പോലെ, സാധാരണ മീറ്റിംഗ് കൂടുന്നത് പോലെ, ഹബീബായ നബി തങ്ങൾ ഇരിക്കുന്നതാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തരുതേ, ശബ്ദമുയർത്തരുതേ. ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ കാരണം? അന്തഹ്ബതു അഅമാലുക്കും, നിങ്ങളിതാ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം അമലുകളുണ്ടോ, പരിശുദ്ധമാകുന്ന മക്കയിൽ പോയി പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാകുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ കഅബയെ തവാഫ് ചെയ്തത്, നിങ്ങൾ മുസ്ദലിഫയിലും മിനയിലും രാപാർത്തത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ കഅബയിൽ പോയിക്കൊണ്ട് തവാഫ് ചെയ്തത്, സഫാ മറുപടിയിൽ സഅയ് ചെയ്തത്, നിങ്ങൾ നമസ്കരിച്ചത്, നിങ്ങൾ നോമ്പ് പിടിച്ചത്, നിങ്ങൾ സകാത്ത് കൊടുത്തത്, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കണ്ണീരൊപ്പിയത്, നിങ്ങൾ നിരാലംബർക്ക് അവലംബമായത്, നിങ്ങൾ നിരാശ്രയർക്ക് ആശ്രയതരായത്, നിങ്ങൾ കോടാനു 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 കോടി സമ്പത്ത് കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുത്തത്, എത്ര വലിയ സദഖ ചെയ്തവനായിരുന്നാലും, എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചവനായിരുന്നാലും, ഭീമാപള്ളിയുടെ പരിസരത്തുള്ള എത്ര പാവങ്ങൾക്ക് ഉടുതുണിയില്ലാതെ കഴിയുന്നവർക്ക് മറുതുണി കൊടുത്തവനായിരുന്നാലും, എത്രയെത്ര വിഷമിക്കുന്നവർക്ക്, പട്ടിണി പടക്കുന്നവർക്ക് അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാമ്പത്തികമാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുത്തവനായിരുന്നാലും,